നമസ്കാരം. എജുബോ യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഡിയംസിന് വേണ്ടി ചെയ്തു തരുന്ന സീരീസിൻ്റെ 4th പാർട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് തരിക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് ഹോപ്പിംഗ് മാഡ്. ഹോപ്പിംഗ് മാഡ് മീൻസ് വെരി ആംഗ്രി ഓർ എക്സ്ട്രീംലി ആംഗ്രി. വലിയ ദേഷ്യത്തിലിരിക്കുന്ന അവസ്ഥ, അല്ലെങ്കിൽ അതിയായ ദേഷ്യത്തിലിരിക്കുന്ന അവസ്ഥ. അപ്പോൾ അതിയായ ദേഷ്യത്തിന് കാരണമാകുന്ന ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഇഡിയമാണ് എന്തെന്ന് പറയുന്നത് ഹോപ്പിംഗ് മാഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ ഫാമിലി ഈസ് ഹോപ്പിംഗ് മാഡ് ദാറ്റ് ഷീ ലെഫ്റ്റ് ദം നത്തിങ്. നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് ഓൺ ദ ഹൊറൈസൺ. ഓൺ ദ ഹൊറൈസൺ മീൻസ് ലൈക്ലി ടു ഹാപ്പൻ സൂൺ. വളരെ പെട്ടെന്ന് തന്നെ സംഭവിച്ചേക്കാവുന്ന അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം. ഫോർ എക്സാമ്പിൾ, കമ്മിങ് ഇൻ ദ നിയർ ഫ്യൂച്ചർ സയന്റിസ്റ്റ് ബിലീവ് ദാറ്റ് എ മേജർ ബ്രേക്ക് ത്രൂ ഈസ് ഓൺ ദ ഹൊറൈസൺ. ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സർട്ടൻലി ഗോയിങ് ടു ഹാപ്പൻ ഓർ ബി ഡൺ ക്വൈറ്റ് സൂൺ. സമീപ ഭാവിയിൽ തന്നെ സാധ്യമായേക്കാവുന്ന ഒരു കാര്യം, അതിനെയാണ് ഓൺ ദ ഹൊറൈസൺ എന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ വൺസ് അഗൈൻ, ഓൺ ദ ഹൊറൈസൺ മീൻസ് ലൈക്ലി ടു ഹാപ്പൻ സൂൺ. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് ഹ്യൂ ആൻഡ് ക്രൈ. ഹ്യൂ ആൻഡ് ക്രൈ മീൻസ് സ്ട്രോങ് പബ്ലിക് പ്രൊട്ടസ്റ്റ്. ശക്തമായ പൊതുജന പ്രതിഷേധം. പൊതുജനത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യം വരുമ്പോഴാണല്ലേ അവർ അതിനെതിരെ ശബ്ദമുയർത്തുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രകടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് ഹ്യൂ ആൻഡ് ക്രൈ. അപ്പോൾ അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പൊതുജനം തങ്ങളുടെ ശബ്ദമുയർത്തുന്നു, അല്ലെങ്കിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. അപ്പോൾ അതിനെയാണ് ഹ്യൂ ആൻഡ് ക്രൈ എന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ നോയ്സി എക്സ്പ്രഷൻ ഓഫ് എ പബ്ലിക് ആങ്കർ. ഫോർ എക്സാമ്പിൾ, ഹി ഇഗ്നോർഡ് ദ ഹ്യൂ ആൻഡ് ക്രൈ ഓഫ് ദ ക്രൗഡ്. സോ ഹ്യൂ ആൻഡ് ക്രൈ മീൻസ് സ്ട്രോങ് പബ്ലിക് പ്രൊട്ടസ്റ്റ്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് ഇൻ എ ഹഫ്. ഇൻ എ ഹഫ് മീൻസ് ഇൻ എ ബാഡ് മൂഡ്. ഒട്ടും സുഖമല്ലാത്ത ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഒട്ടും എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഇൻ എ ഹഫ് എന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദേഷ്യപ്പെട്ടുകൊണ്ട് എന്നൊക്കെ ഇതിന് മീനിങ് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, വെൻ ഹി ലെഫ്റ്റ് ഔട്ട് ഹെർ നെയിം ഷീ സ്റ്റാക്ക്ഡ് ഔട്ട് ഇൻ എ ഹഫ്. സോ ഇൻ എ ബാഡ് മൂഡ്, പൊട്ടിത്തെറിക്കുക, ദേഷ്യപ്പെടുക, മോശമായി പെരുമാറുക. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ മീനിങ് ആണ് ഇൻ എ ഹഫ് എന്ന ഇഡിയത്തിൻ്റെ മീനിങ് ആയിട്ട് വരുന്നതാണ്. സോ ഇൻ എ ഹഫ് മീൻസ് ഇൻ എ ബാഡ് മൂഡ്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് ഹഫ് ആൻഡ് പഫ്. ഹഫ് ആൻഡ് പഫ് മീൻസ് ബ്രീത്ത് ഇൻ എ നോയ്സി വേ. അതായത് നമ്മൾ വലിയ എക്സസൈസോ എന്തോ അല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഓടിയിട്ടൊക്കെ വരുമ്പോഴത്തേക്കാണ് നമ്മൾ ശബ്ദം ഉണ്ടാക്കി ഇങ്ങനെ അണയ്ക്കത്തില്ലേ. അപ്പോൾ അത്തരത്തിലൊരു എക്സ്പ്രഷനാണ് എന്തെന്ന് പറയുന്നത് ഹഫ് ആൻഡ് പഫ് എന്ന് പറയുന്നത്. ബ്രീത്ത് ഇൻ എ നോയ്സി വേ, ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് ശ്വസിക്കുന്നു. എന്തെങ്കിലും കട്ടിയുള്ളയോ ഭാരമുള്ളോ ജോലികളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണല്ലേ. അപ്പോൾ അതിനെയാണ് ബ്രീത്ത് ഇൻ എ നോയ്സി വേ എന്ന് പറയുന്നത്. സോ ഹഫ് ആൻഡ് പഫ് മീൻസ് ബ്രീത്ത് ഇൻ എ നോയ്സി വേ. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് ഇൻ എ ഹറി. ഇൻ എ ഹറി മീൻസ് വെരി ക്വിക്ലി. വളരെ വേഗത്തിൽ, വെപ്രാളം പിടിച്ചുകൊണ്ട്, പെട്ടെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മീനിങ് വരുന്ന ഇഡിയമാണ് ഇൻ എ ഹറി. ഫോർ എക്സാമ്പിൾ, ഐ ആം ഇൻ റാദർ എ ഹറി. അനദർ എക്സാമ്പിൾ, നോ വൺ സീംഡ് ഇൻ എ ഹറി ഫോർ ദ റിസൾട്ട്സ്. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എപ്പോഴും ചെയ്യുന്നതിലും വേഗത്തിൽ, മോർ ക്വിക്ലി ദാൻ യൂഷ്വൽ. സമയക്കുറവ് മൂലമൊക്കെ ആയിരിക്കാം അത്രയും വെപ്രാളം പിടിച്ച് നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഇൻ എ ഹറി മീൻസ് വെരി ക്വിക്ലി, വളരെ പെട്ടെന്ന്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് ഹിറ്റ് ബിഗ്. ഹിറ്റ് ബിഗ് മീൻസ് ടു ബി വെരി സക്സസ്ഫുൾ. ഒരു വളരെ വലിയ വിജയം, ആൻ എക്സ്ട്രാ ഓർഡിനറി സക്സസ്. അപ്പോൾ അത്രയും വലിയ ഒരു രീതിയിലുള്ള ഒരു സക്സസിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് ഹിറ്റ് ബിഗ്, ടു ബി വെരി സക്സസ്ഫുൾ. സക്സസ് എപ്പോഴും നമുക്ക് പ്രോഫിറ്റ് ആണ് ഉണ്ടാക്കി തരുന്നത് അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അപ്രതീക്ഷിതമായ ലാഭം ഉണ്ടാക്കി തരുന്ന, സക്സസ് ഉണ്ടാക്കി തരുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ ഹിറ്റ് ബിഗ് എന്ന ഇഡിയം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദ കാർ റാൻ വെരി ഫാസ്റ്റ് ആൻഡ് വാസ് എ ബിഗ് ഹിറ്റ് ഇൻ വിത്ത് ദ ഫാൻസ്. സോ ഹിറ്റ് ബിഗ് മീൻസ് ടു ബി വെരി സക്സസ്ഫുൾ. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് ഹിറ്റ് ദ ഡെക്ക്. ഹിറ്റ് ദ ഡെക്ക് മീൻസ് ഫാൾ ടു ദ ഗ്രൗണ്ട്, നിലത്തു വീഴുക. അപ്പോൾ സാധാരണയായിട്ട് ഈ ഒരു ഇഡിയം ഉപയോഗിക്കുന്ന സന്ദർഭം എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ അപകടങ്ങളിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി
ഗ്രൗണ്ടിലേക്കോ അല്ലെങ്കിൽ ഫ്ലോർ ലെവലിലേക്ക് താഴ്ന്നു വീണ് കിടക്കുക. അപ്പോൾ അതിനെ സൂചിപ്പിക്കാനാണ് ഹിറ്റ് ദ ഡെക്ക് എന്ന ഇഡിയം കൊണ്ട് സാധാരണയായിട്ട് ഉദ്ദേശിക്കാറുള്ളത്. ടു ലൈ ഡൗൺ സഡൻലി സോ ദാറ്റ് യു ആർ ഹിഡൻ ഓർ ഷെൽട്ടേർഡ് ഫ്രം സംതിങ് ഡേഞ്ചറസ്. ഫോർ എക്സാമ്പിൾ, when we had an explosion, everybody hit the deck. So, hit the deck means fall to the ground. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് hit the hay or hit the sack. So, hit the hay or hit the sack means go to bed. ഉറങ്ങാൻ പോവുക. അപ്പോൾ ഉറങ്ങാൻ പോകൂ എന്ന് പറയുന്നതിന് പകരം ഇനി നമുക്ക് ഈ ഒരു ഇഡിയം യൂസ് ചെയ്താലും മതി അല്ലേ? ഫോർ എക്സാമ്പിൾ, I am really tired after all that exercises. I am going to hit the sack. അപ്പോൾ hit the sack എന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉറങ്ങാനുള്ള സമയമായിരിക്കുന്നു, അല്ലെങ്കിൽ ഉറങ്ങാൻ പോകൂ. ഓക്കെ. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് the ins and outs. The ins and outs means all the details. എല്ലാ വിവരങ്ങളും, സർവ്വ വിവരങ്ങളും, അത് സംബന്ധിച്ചുള്ള സകല വിവരങ്ങളും എന്നുള്ള അർത്ഥമാണ് the ins and outs എന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ചോ ഒരു സംഭവത്തെക്കുറിച്ചോ ഉള്ള പൂർണ്ണമായ വിവരം ലഭിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള അർത്ഥമാണ് the ins and outs കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, it takes a newcomer some time to learn the ins and outs of the legislative process. Or, Bobby really knows the ins and outs of how this engine works. എന്തെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച പൂർണ്ണമായ വിവരങ്ങളും എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, അപ്പോൾ അതാണ് the ins and outs എന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ the ins and outs means all the details, full details, പൂർണ്ണമായ വിവരം. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് hit the wall. Hit the wall means reach a point when you cannot continue. ഇനിയും തുടരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ ഇനിയും തുടരാൻ പറ്റാത്തൊരു സാഹചര്യം എന്ന് പറയുന്നത് എന്തെങ്കിലും തടസ്സങ്ങൾ നേരിടുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഉണ്ടാവുക അല്ലേ? അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും തടസ്സങ്ങളെ നമുക്ക് ഇനിയും ആ ഒരു സാഹചര്യത്തിൽ തുടരാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് hit the wall. That means to come up against an obstacle that stops. നമ്മുടെ യാത്രയെ തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അവയാണ് hit the wall എന്ന് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, our project was going well, but we hit a wall on our funding. So, hit the wall means reach a point when you cannot continue. തുടരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുക. അതിനെയാണ് hit the wall എന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് speak ill of somebody. Speak ill of somebody means say bad things about somebody. മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റം പറയുക, അല്ലെങ്കിൽ അവരെക്കുറിച്ച് മോശം കാര്യങ്ങൾ പറയുക. എന്താണ് അവരുടെ കുറ്റങ്ങൾ, കുറവുകൾ എന്നുള്ളവ കണ്ടെത്തി പറയുക. അപ്പോൾ അതിനെയാണ് സ്പീക്ക് ഇൽ ഓഫ് സംബഡി എന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു മോശം പ്രവണതയല്ലേ മറ്റുള്ളവരുടെ കുറ്റം പറയുക എന്ന് പറയുന്നത്? സ്പീക്ക് ഇൽ ഓഫ് സംബഡി മീൻസ് ടു സേ സംതിങ് ബാഡ് അബൌട്ട് സംവൺ. ഫോർ എക്സാമ്പിൾ, ഐ റെഫ്യൂസ് ടു സ്പീക്ക് ഇൽ ഓഫ് എനി ഓഫ് മൈ ഫ്രണ്ട്സ്. Another example, she speaks ill of no one and refuses to repeat gossip. അപ്പോൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് ആസ്വദിച്ച് നടക്കുന്ന അങ്ങനെയുള്ള വ്യക്തികളെയും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്വഭാവത്തിനെയുമാണ് എന്തെന്ന് പറയുന്നത് സ്പീക്ക് ഇൽ ഓഫ് സംബഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സ്പീക്ക് ഇൽ ഓഫ് സംബഡി മീൻസ് സേ ബാഡ് തിങ്സ് അബൌട്ട് സംബഡി. മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റങ്ങൾ പറയുക. അതായത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് ഹിറ്റ് ദ റോഡ്. ഹിറ്റ് ദ റോഡ് മീൻസ് സ്റ്റാർട്ട് എ ജേർണി ഓർ സെറ്റ് ഔട്ട് ഓൺ എ ജേർണി. ഒരു യാത്ര തുടങ്ങുക, ഒരു യാത്ര പോകാൻ ആരംഭിക്കുക. എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് യാത്ര പോവുക എന്ന് പറയുന്നത് അല്ലേ? ഫോർ എക്സാമ്പിൾ, ഐ വുഡ് ലവ് ടു സ്റ്റേ ലോങ്ങർ ബട്ട് ഇറ്റ്സ് റിയലി ടൈം ടു ഹിറ്റ് ദ റോഡ്. സോ ഹിറ്റ് ദ റോഡ് എന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സെറ്റ് ഔട്ട് ഓൺ എ ജേർണി ഓർ സ്റ്റാർട്ട് എ ജേർണി. ഒരു യാത്ര ആരംഭിക്കുക, ഒരു യാത്ര പോവുക, യാത്ര തുടങ്ങുക. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് ഇൻ ജസ്റ്റ്. ഇൻ ജസ്റ്റ് മീൻസ് ആസ് എ ജോക്ക്. തമാശ രൂപേണ അവതരിപ്പിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ തമാശ പറയുക, ഫലിതം പറയുക. അപ്പോൾ ഇതിനെയൊക്കെയാണ് ഇൻ ജസ്റ്റ് എന്ന് പറയുന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ജസ്റ്റ് മീൻസ് ആസ് എ ജോക്ക്, ഒരു തമാശ രൂപേണ. ഇഫ് യു സേ സംതിങ് ഇൻ ജസ്റ്റ്, യു ആർ നോട്ട് സീരിയസ് അബൌട്ട് ഇറ്റ്. വലിയ കാര്യമായിട്ടൊന്നുമല്ല, തമാശ രൂപേണ അവതരിപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ അതിനെയാണ് ഇൻ ജസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ നോ യുവർ റിമാർക്സ് വെയർ ഓൺലി ഇൻ ജസ്റ്റ് ബട്ട് ദേ സ്റ്റിൽ ഹർട്ട് മൈ ഫീലിങ്സ്. സോ വൺസ് അഗെയിൻ, ഇൻ ജസ്റ്റ് മീൻസ് ആസ് എ ജോക്ക്, ഒരു തമാശ രൂപേണ അവതരിപ്പിക്കുന്ന കാര്യം. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ഇഡിയമാണ് ബി ഇൻ എ ജാം.
be in a jam means to be in a difficult situation. ഒരുപാട് പ്രയാസമേറിയ ബുദ്ധിമുട്ടേറിയ ഒരു സന്ദർഭത്തിൽ നമ്മൾ അകപ്പെട്ടിരിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയെ സൂചിപ്പിക്കാനാണ് be in a jam എന്ന idiom ഉദ്ദേശിക്കുന്നത്. If you are in a jam, you are in some trouble. If you get out of a jam, you avoid the trouble. For example, I am in a bit of a jam. Could you please give me a lift to the train? അപ്പോൾ ഒരു പ്രയാസമേറിയ സന്ദർഭത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നു, അല്ലെങ്കിൽ അത് നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നു. ഇപ്പോൾ ഇതിനെയൊക്കെയാണ് be in a jam എന്ന idiom കൊണ്ട് ഉദ്ദേശിക്കുന്നത്. So once again, be in a jam means to be in a difficult situation. ഒരു പ്രയാസമേറിയ സന്ദർഭത്തിൽ കൂടി കടന്നു പോകുന്നു. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ഇഡിയമാണ് kick the bucket. Kick the bucket means die. മരിച്ചു പോവുക. For example, when the old girl finally kicked the bucket, there was no mention of yours truly in the will. Another example, don't you hear? He kicked the bucket. He had a heart attack, I think. All the fish in my aquarium kicked the bucket when we went on a vacation. അപ്പോൾ മരണത്തെ സൂചിപ്പിക്കാൻ അല്ലെങ്കിൽ ഡെത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് kick the bucket. Once again, kick the bucket means die. മരിച്ചു പോവുക. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് a leap in the dark. A leap in the dark means something you do without being certain what will happen as a result. എന്ത് സംഭവിക്കുമെന്ന് അറിയാതെയുള്ള എടുത്തുചാട്ടം. അപ്പോൾ അതിനെയാണ് a leap in the dark എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈവൻ ഇരുട്ടിൽ എന്തായിരിക്കും നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല, അല്ലേ? അപ്പോൾ ഒരു പ്രതീക്ഷയുമില്ല, ഒരു പ്രഡിക്ഷനും ഇല്ലാതെ, ഒരു മുൻകരുതലും ഇല്ലാതെയുള്ള എടുത്തുചാട്ടത്തിനെയാണ് a leap in the dark എന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, I had very little information about the company, so writing to them was a leap in dark. നമുക്ക് ഒരു കാര്യം ചെയ്ത് അതിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു ധാരണ കാണും. അപ്പോൾ അങ്ങനെ ഒരു ധാരണ ഒരു കാര്യത്തെക്കുറിച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു സംഭവത്തോട്, ഒരു പ്രസ്ഥാനത്തോട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം മുൻകൂട്ടി കരുതിയതിന് ശേഷം മാത്രമേ അത് പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ യാതൊരു വിവരവും ഇല്ലാതെ, യാതൊരു മുൻധാരണകളും ഇല്ലാതെയുള്ള ഒരു എടുത്തുചാട്ടത്തിനെയാണ് ഇതെന്ന് പറയുന്നത് എ ലീപ്പ് ഇൻ ദ ഡാർക്ക് എന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് എന്താവുമെന്ന് നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാനേ കഴിയുകയില്ല. സോ വൺസ് അഗൈൻ, എ ലീപ്പ് ഇൻ ദ ഡാർക്ക് മീൻസ് സംതിങ് യു ഡു വിതൗട്ട് ബീയിങ് സർട്ടൻ അബൌട്ട് വാട്ട് വിൽ ഹാപ്പൻ ആസ് എ റിസൾട്ട്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് lick one's lips. Lick one's lips means to show excitement because something good is to be happen. മലയാളത്തിൽ ഒറ്റ വാക്കിൽ നമുക്ക് കൊതി കാട്ടുക എന്ന് പറയും. Just like to pass one's tongue over the lips. For example, she licked her lips while she waited for the food to be served. പ്രധാനമായിട്ടും എന്തിനോടെങ്കിലും ഉള്ള ഒരു കൊതി, ഒരു ആഗ്രഹം, അത് പ്രകടിപ്പിക്കുന്നതിനെയാണ് lick one's lips എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ആഹാര സാധനങ്ങളോടുള്ള കാര്യമാണ് ഈ പറയുന്നത്. ആഹാര സാധനങ്ങൾ മാത്രമല്ല, മറ്റ് പലതിനോടുള്ള കൊതി. ഈവൻ ഫോർ മണി, ടു ഫീൽ ദ പ്ലഷർ അറ്റ് ദ തോട്ട് ഓഫ് സംതിങ്. For example, he licked his lips at the thought of all that money. Okay, so once again, lick one's lips means to show excitement because something good is expected to be happen. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് go a long way. Go a long way means last a long time. ഒരുപാട് സമയം ദൈർഘ്യമുള്ള, ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്ന. അപ്പോൾ അതിനെയാണ് go a long way എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന, ഒരുപാട് സമയത്തേക്ക്, ഒരു വളരെ വലിയ കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന. അപ്പോൾ അങ്ങനെയൊക്കെ അർത്ഥം വരുന്ന ഒരു ഇഡിയമാണെന്ന് പറഞ്ഞ് go a long way എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. To be adequate or helpful for a significant amount of time. For example, this new law will go a long way in addressing this issue. Another example, thank you for your generous donation. I'm sure it will go a long way. So, go a long way means last a long time. ഒരുപാട് കാലം അല്ലെങ്കിൽ ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്ന. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് in the long run. In the long run means over a long period of time or eventually, കാലക്രമേണ. At a time that is far away in the future, അല്ലേ, ഭാവിയിലുള്ളൊരു സമയം. അതിനെയാണ് കാലക്രമേണ എന്ന് പറയുന്നത്, അല്ലേ? അല്ലെങ്കിൽ എവല്യൂഷൻ, കാലാന്തരത്തിൽ സംഭവിച്ചേക്കാവുന്ന ഒരു സംഭവം. If you talk about what will happen in the long run, you're saying what you think will. If you think your job will be a good experience in the long run, you believe that after a long time passes, you'll be glad you had it. അപ്പോൾ കാലക്രമേണ എല്ലാം ശരിയാകുമെന്നുള്ള ഒരു പ്രതീക്ഷ. So, in the long run means
കാലക്രമേണ, ഇവഞ്ച്വലി. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് ബിയോണ്ട് മെഷർ. ബിയോണ്ട് മെഷർ മീൻസ് വെരി മച്ച്, വളരെയധികം, അല്ലെങ്കിൽ അളവില്ലാത്ത, അളവിലും അധികമായിട്ടുള്ള, ടു എ വെരി ഗ്രേറ്റ് എക്സ്റ്റെന്റ് എന്നൊക്കെ മീനിങ് വരും. ഫോർ എക്സാമ്പിൾ, an artist who is talented beyond measure. An example, mankind's knowledge of the universe has increased beyond measure. Another, she irritated him beyond measure. Okay, അപ്പോൾ ഇതെല്ലാമാണ് ബിയോണ്ട് മെഷർ എന്ന ഒരു ഇഡിയത്തിന്റെ മീനിങ്, വളരെയധികം. If you say that something has changed or that it has affected you beyond measure, you are emphasizing that it has done this to a great extent. So, once again, beyond measure means very much, വളരെയധികം. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് to the max. To the max means to the highest level, അങ്ങേയറ്റം, അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന നിലയിൽ, അതിനെയാണ് the highest level എന്ന് പറയുന്നത്, അല്ലേ? അല്ലെങ്കിൽ എന്താണ്, as much as possible, നമുക്ക് കഴിയുന്നതിന്റെ അങ്ങേയറ്റം, അല്ലേ? കഴിയുന്നതിന്റെ പരമാവധി, ഒരു ഹയസ്റ്റ് ഡിഗ്രി. അപ്പോൾ അങ്ങേയറ്റം എന്നുള്ള ഒരു രീതിയെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് to the max. For example, we are pushing the computer to the max to be able to render these kinds of effects. Another example, that book is disgusting to the max. So, the idiom to the max means to the largest or the highest degree of something. എന്തിന്റെയെങ്കിലും ഒരു അങ്ങേയറ്റമുള്ള അവസ്ഥ എന്നതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് to the max. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ഇഡിയമാണ് by means of. By means of means with the help of something, or using something, or with the use of something. ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ, അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും ഒരു സഹായത്തോടു കൂടി. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു മീനിങ് ആണ് എന്തെന്ന് പറയുന്നത് ബൈ ദ മീൻസ് ഓഫ് എന്ന ഇഡിയം. ഫോർ എക്സാമ്പിൾ, ഐ ഓപ്പൺ ദ ബോട്ടിൽ ബൈ മീൻസ് ഓഫ് എ ബോട്ടിൽ ഓപ്പണർ. ഐ വാസ് ഏബിൾ ടു അഫോർഡ് എ കാർ ബൈ മീൻസ് ഓഫ് ലോൺ. സോ ബൈ മീൻസ് ഓഫ് മീൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ്, എന്തിൻ്റെയെങ്കിലും ഒരു സഹായത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും അത് ഉപയോഗിച്ചുകൊണ്ട് എന്നൊക്കെ പറയുന്നതാണ് എന്ത്, ബൈ മീൻസ് ഓഫ്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് ബൈ നോ മീൻസ്. ബൈ നോ മീൻസ് മീൻസ് നോട്ട് അറ്റ് ഓൾ, ഒട്ടും തന്നെ ഇല്ല, അല്ലെങ്കിൽ ഒരിക്കലും ഇല്ല, certainly not. For example, I am by no means ready to deliver this presentation. Okay, so once again, by no means not at all. So, or certainly not. ഒട്ടും തന്നെ ഇല്ല, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ സാധ്യമല്ല, അപ്പൊ പറ്റില്ല എന്നുള്ളൊരു കാര്യത്തെ ബോധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് ബൈ നോ മീൻസ്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് ആൾ അറ്റ് വൺസ്. ആൾ അറ്റ് വൺസ് മീൻസ് സഡൻലി, വളരെ പെട്ടെന്ന്, ഞൊടിയിടയിൽ, അല്ലെങ്കിൽ ഓർക്കാപ്പുറത്ത് സംഭവിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാതെ, അപ്രതീക്ഷിതമായിട്ടൊക്കെ വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു കാര്യത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിങ്ങനെ അർത്ഥം വരുന്നതാണ് ആൾ അറ്റ് വൺസ് എന്ന ഇഡിയം. ഇനി ഇതേ മീനിങ് വരുന്ന മറ്റൊരു ഇഡിയം തന്നെയുണ്ട്, അറ്റ് വൺസ്. അറ്റ് വൺസിനും ആൾ അറ്റ് വൺസിനും ഏകദേശം ഒരേ മീനിങ് തന്നെയാണ്. ആൾ അറ്റ് വൺസ് മീൻസ് സഡൻലി ആൻഡ് അറ്റ് വൺസ് മീൻസ് ഇമ്മീഡിയറ്റ്ലി, വിത്തൗട്ട് ഡിലേ, ഒരു താമസവും കൂടാതെ, വളരെ പെട്ടെന്ന്. അപ്പോൾ രണ്ടിനും ഒരേ മീനിങ് തന്നെയാണ്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ആൾ അറ്റ് വൺസ് ദ നോയ്സ് സ്റ്റോപ്ഡ്. വളരെ പെട്ടെന്ന് തന്നെ ആ ശബ്ദം ഇല്ലാതെയായി. Another example, all at once the sky darkened. If something happens at once, it happens suddenly, often when you are not expecting. So, all at once and at once means suddenly, immediately and without delay. ഒരു താമസവും കൂടാതെ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ഒരു കാര്യത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നതാണ് ആൾ അറ്റ് വൺസ് അല്ലെങ്കിൽ അറ്റ് വൺസ് എന്ന ഇഡിയംസ് കൊണ്ട്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് വൺസ് ഇൻ എ വൈൽ. Once in a while means occasionally or from time to time. അതായത് ഓരോരോ ഇടവേളകളിൽ, അല്ലെങ്കിൽ കൃത്യമായ ഒരു സമയത്ത്. If something happens once in a while, it happens sometimes, but not very often. എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമല്ല, പക്ഷേ അത് എപ്പോഴെങ്കിലും ഒരു സമയത്ത് ചെയ്യേണ്ട കാര്യമാണ്, കൃത്യമായ ഒരു ഇടവേളയിൽ ചെയ്യേണ്ട കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, ഇയറിംഗ്സ് നീഡ് ടു ബി ടേക്കൺ ഔട്ട് ആൻഡ് ക്ലീൻഡ് once in a while. Once in a while she found him. ഓക്കെ, അപ്പോൾ ഒക്കേഷണലി സംഭവിക്കുന്ന ഒരു കാര്യം, അപ്പോൾ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് once in a while. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് ഓവർ ആൻഡ് എബവ്. ഓവർ ആൻഡ് എബവ് മീൻസ് ഇൻ അഡീഷൻ ടു, മീൻസ് അതിന് പുറമെ, നമ്മൾ എന്താണോ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് പുറമെ, അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്നതിനും പുറമെ, ഇൻ അഡീഷൻ ടു.
exceptional service over and above what normally might be accepted. നമ്മൾ പ്രതീക്ഷയ്ക്കും അപ്പുറം അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നതിലും മേൽ. For example, firefighters always go over and above to ensure that people are safe. Another example, the teacher goes over and above for her students. So once again, over and above means in addition to. പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് in a pickle. In a pickle means in a difficult situation. വളരെ പ്രയാസമേറിയ ഒരു സന്ദർഭം. If you are in a pickle, you are in a difficult position or have a problem to which no easy answer can be found. വളരെ പെട്ടെന്ന് നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത ഒരു പ്രയാസമേറിയ സന്ദർഭം, അതിനെയാണ് നമ്മൾ in a pickle എന്ന ഇഡിയം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടാത്തൊരു പ്രശ്നത്തെയാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. For example, I hate being in a pickle as it makes me frustrated and distressed. Another example, Alice is definitely in a pickle as she didn't meet her last month's sales target. So once again, in a pickle means in a difficult situation. വളരെ പ്രയാസമേറിയ പെട്ടെന്ന് ഉത്തരം കിട്ടാത്ത ഒരു സന്ദർഭം. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് ടേക്ക് പ്ലേസ്. ടേക്ക് പ്ലേസ് മീൻസ് ഹാപ്പൻ, സംഭവിക്കുക അല്ലെങ്കിൽ നടക്കുക, ഒക്കർ. ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ഒരു ഇഡിയമാണ്, എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു ഇഡിയമാണ്. When something takes place, it happens, especially in a controlled or organized way. For example, the discussion took place in a famous villa on the lake shore. Another example, they wanted the wedding to take place quickly. So once again, take place means happen or occur. നടക്കുക അല്ലെങ്കിൽ സംഭവിക്കുക. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് in place of. In place of means instead of, പകരമായി അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനത്തേക്ക്, അല്ലെ, ആസ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ സംതിങ് ഓർ സംവൺ, ഏതെങ്കിലും ഒരു വസ്തുവിനോ ഒരു വ്യക്തിക്കോ പകരമായി. ഫോർ എക്സാമ്പിൾ, ഐ ആം ഗോയിങ് ടു ലീഡ് ദ മീറ്റിംഗ് ഇൻ പ്ലേസ് ഓഫ് ദ മാനേജർ ബിക്കോസ് ഷീ വെന്റ് ഹോം സിക്ക്. Another example, I eat dry fruits in place of junk foods and desserts. So in place of means instead of, മറ്റൊന്നിനോ ഒരു വ്യക്തിക്കോ ഒരു വസ്തുവിനോ പകരമായി. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് ഔട്ട് ഓഫ് പ്ലേസ്. ഔട്ട് ഓഫ് പ്ലേസ് മീൻസ് not in the correct place or disarranged or in a setting where one feels inappropriate. ശരിയല്ല എന്ന് തോന്നുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ എല്ലാം അലങ്കോലമാക്കിയിട്ടിരിക്കുന്നു, ഒന്നും വെച്ച സ്ഥലത്ത് കാണുന്നില്ല, ഒന്നിനും ഒരു ഓർഡർ ഇല്ലാതെ കിടക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന മീനിങ് ഉള്ള ഒരു ഇഡിയമാണ് ഔട്ട് ഓഫ് പ്ലേസ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മൾ എത്തിച്ചേർന്ന സ്ഥലം ശരിയല്ല, അല്ലെങ്കിൽ വെച്ചിരുന്ന സാധനങ്ങളൊന്നും യഥാ സ്ഥലത്ത് ഇരിക്കുന്നില്ല. സോ ദാറ്റ് ഈസ് വാട്ട് ഔട്ട് ഓഫ് പ്ലേസ് മീൻസ്. അല്ലെങ്കിൽ സന്ദർഭത്തിന് അനുയോജ്യമല്ലാത്ത, നോട്ട് സ്യൂട്ടബിൾ ഫോർ എ സിറ്റുവേഷൻ. അപ്പോൾ ഇതെല്ലാം ഔട്ട് ഓഫ് പ്ലേസിൻ്റെ മീനിങ്ങിനകത്ത് നമുക്ക് കാണാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഐ ഫെൽറ്റ് ഔട്ട് ഓഫ് പ്ലേസ് ഇൻ മൈ സ്യൂട്ട് ആൻഡ് ടൈ. Another example, I felt out of place among foreigners. Her remarks were out of place, etc. So once again, out of place means not in the correct place. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് go postal. Go postal means become very angry, വളരെ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ അതിയായ ദേഷ്യമുള്ള ഒരു അവസ്ഥയിൽ എത്തിച്ചേരുക. It may be because of stress. അപ്പോൾ ഈ ഒരു ഇഡിയം റെഫർ ചെയ്യുന്നത് ജോലി സ്ഥലത്തുമായിട്ട് സംബന്ധിച്ച കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നിന്നും ഉണ്ടാകുന്ന ഒരു ടെൻഷന്, സ്ട്രെസ്, അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരു ദേഷ്യം, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് ഗോ പോസ്റ്റൽ എന്ന ഇഡിയം യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ദ മാൻ വെന്റ് പോസ്റ്റൽ ആൻഡ് ഷോട്ട് 12 of his colleagues. Another example, she suddenly went postal and started yelling at the customers. So once again, go postal means became very angry, വളരെ ദേഷ്യമുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുക. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് എ പ്രെറ്റി പെന്നി. എ പ്രെറ്റി പെന്നി മീൻസ് എ ലോട്ട് ഓഫ് മണി, ധാരാളം പണം, ഓർ എ കൺസിഡറബിൾ സം ഓഫ് മണി, അല്ലെങ്കിൽ എന്താണ് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു തുക. ഫോർ എക്സാമ്പിൾ, ദാറ്റ് മസ്റ്റ് ഹാവ് യു കോസ്റ്റഡ് എ പ്രെറ്റി പെന്നി. Another example, these stylists are paid quite the pretty penny. So once again, a pretty penny means a lot of money, നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു തുക, സാമാന്യം മെച്ചപ്പെട്ട നല്ലൊരു തുക ആയിരിക്കും. അപ്പോൾ അതിനാണ് എ pretty penny എന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അടുത്തതായി പരിചയപ്പെടാൻ പോകുന്ന ഇഡിയം എന്ന് പറയുന്നത് get into print. Get into print means to be published. That is,
what you say or write is published in a book, newspaper or magazine, etc. അപ്പോൾ അത്തരത്തിൽ നമ്മൾ പറയുകയോ എഴുതുകയോ ഒക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഏതെങ്കിലുമൊക്കെ മാധ്യമത്തിൽ കൂടി പ്രസിദ്ധീകരിച്ചു വരുന്നതിനെയാണ് ഗെറ്റ് ഇൻ ടു പ്രിന്റ് എന്ന ഐഡിയം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദ അതോറിറ്റീസ് വിച്ച് he needed were already in print. So once again, get into print means to be published, പ്രസിദ്ധീകരിക്കപ്പെടുക. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് quick as a flash. Quick as a flash means very quickly. വളരെ വേഗത്തിൽ അല്ലെങ്കിൽ എന്താണ് മിന്നൽ വേഗത്തിൽ എന്നൊക്കെ നമുക്ക് ശൈലിയുണ്ട്. അപ്പോൾ നമ്മൾ quick as a flash അല്ലെങ്കിൽ മിന്നൽ വേഗത്തിൽ എന്നൊക്കെ വിശേഷിപ്പിക്കുക എങ്ങനെയാണ്? എസ്പെഷ്യലി ഓൺ എ പേഴ്സൺസ് റെസ്പോൺസ് ടു സംതിങ്. ഇപ്പോൾ എടുത്തു ചാടി അല്ലെങ്കിൽ വെപ്രാളം പിടിച്ചോട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ അതിനെയൊക്കെയാണ് നമ്മൾ quick as a flash എന്ന് വിശേഷിപ്പിക്കുന്നത്. If you say that someone reacts to something quick as flash, you mean that they reacted to it extreme quickly. Jay responded as quick as a flash. Another example, quick as a flash he replied that he had never seen it before. So once again, quick as a flash means very quickly. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് ലൂസ് വൺസ് റാഗ്. ലൂസ് വൺസ് റാഗ് മീൻസ് ഗെറ്റ് ആംഗ്രി എന്ന് വെച്ചാൽ എന്താണ്? വളരെ ദേഷ്യപ്പെടുക അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം പിടിക്കുക. ഇഫ് യു ലൂസ് റാഗ് യു സഡൻലി ബിക്കം സോ ആംഗ്രി ദാറ്റ് യു ആർ നോട്ട് ഇൻ കൺട്രോൾ ഓഫ്. നമ്മളുടെ പോലെ നിയന്ത്രണത്തിലല്ലാതായി മാറുന്ന ദേഷ്യം പിടിക്കുന്ന ഒരു അവസ്ഥ. അപ്പോൾ അതിനെയാണ് ലൂസ് വൺസ് റാഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, when I told him about the accident, he loosed his rag with me. Another example, there is no need to lose your rag over missing the train. Okay, so once again, lose one's rag means get angry, ദേഷ്യം പിടിക്കുക. അപ്പോൾ നമ്മൾ അടുത്തതായി പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് rattle some cages. Rattle some cages means annoy somebody or to make someone feel worried or upset. അപ്പോൾ എന്ന് വെച്ചാൽ എന്താണ്? ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിലാക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യം ചെയ്യുക. അപ്പോൾ അതിനെയൊക്കെയാണ് റാറ്റിൽ സം കേജസ് എന്ന മീനിങ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും അല്ലേ? അതായത് പല മേഖലകളിൽ പലരും പലരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കൂട്ടാറുണ്ടല്ലേ? മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട്, അതാണ് അവരുടെ സന്തോഷം എന്ന് പറയുന്നത്. സോ അങ്ങനെയുള്ള ഒരു കാര്യത്തിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് റാറ്റിൽ someone's cage. For example, don't worry about what he said. He was just trying to rattle your cage. Okay, so once again, rattle some cages means annoy somebody. ആരെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിലാക്കുക അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പ്രശ്നത്തിലാക്കുക. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് a raw deal. A raw deal means a rude behavior. അല്ലെങ്കിൽ എന്താണ്? പരുഷമായ ഒരു പെരുമാറ്റം. That is a situation in which a person is taking an advantage or treated unfairly. For example, she got a very raw deal in terms of his father's will. Another example, women tend to get a raw deal from employers. Another example, older workers get a raw deal. So, a raw deal means പരുഷമായ പെരുമാറ്റം അല്ലെങ്കിൽ അല്പം മര്യാദ കുറഞ്ഞ പെരുമാറ്റം, rude behavior. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് get rid of. Get rid of means make free of. ഇതാണ് സ്വതന്ത്രമാക്കുക അല്ലെങ്കിൽ അതിൽ നിന്നും ഒഴിവാക്കുക അല്ലെങ്കിൽ എന്താണ്? ആവശ്യമില്ലാത്തത് കൊണ്ട് ഒഴിവാക്കുന്നു. ഫോർ എക്സാമ്പിൾ, I can't seem to get rid of this cold. Another example, she finally got rid of him by saying she had to make dinner. Another example, he couldn't get rid of the situation. So once again, get rid of means make free of. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് get short of. Get short of means get rid of. അപ്പോൾ get rid of-നും get short of-നും ഒരേ മീനിങ് തന്നെയാണ് വരുന്നത്, make free of അല്ലേ? അവോയ്ഡ് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുക, പുറത്താക്കുക, ആവശ്യമില്ലാത്തൊരു കാര്യങ്ങളെ, ഇതൊക്കെ തന്നെയാണ് get short of-ന്റെയും മീനിങ് എന്ന് പറയുന്നത്. സോ get rid of and get short of both have the same meaning. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് like a shot. Like a shot means very quickly, വളരെ പെട്ടെന്ന്. For example, when someone does something like a shot, they do it extremely quickly and enthusiastically. Example, the moment I let go of the dog, she is off like a shot. അപ്പോൾ അത്രയും വളരെ പെട്ടെന്ന് ചെയ്യുന്ന, ആലോചിക്കാൻ പോലും സമയമില്ലാതെ വളരെ പെട്ടെന്ന് ചെയ്യുന്ന ഒരു കാര്യത്തിന് നമുക്ക് ലൈക്ക് എ ഷോട്ട് എന്ന് പറയാം. വെടിയുണ്ട പോലെ പാഞ്ഞു.
ഇല്ല, അങ്ങനെ ഒരു പ്രയോഗം നമ്മൾ മലയാളത്തിൽ കേട്ടിട്ടുണ്ടല്ലോ. സോ അത് തന്നെയാണ് ലൈക്ക് എ ഷോട്ട്, വെരി ക്വിക്ക്ലി, വളരെ പെട്ടെന്ന്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ഇഡിയമാണ് അറ്റ് എ സ്നെയിൽസ് പേസ്. അറ്റ് എ സ്നെയിൽസ് പേസ് മീൻസ് വെരി സ്ലോലി. നമ്മൾ കഴിഞ്ഞ ഇഡിയത്തിൽ കേട്ടതാണ് ലൈക്ക് എ ഷോട്ട് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് എന്നാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ നടക്കുന്നത്. അറ്റ് എ സ്നെയിൽസ് പേസ് മീൻസ് വെരി സ്ലോലി, വളരെ സാവധാനം. ഒച്ചയുടെ കണ്ടിട്ടില്ലേ, ഒച്ച വളരെ വളരെ സാവധാനമാണ് കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ അത്രയും പതിയെ നടക്കുന്ന ഒരു കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് അറ്റ് എ സ്നെയിൽസ് പേസ്. For example, the boat continuing its course at a snail's pace. Another example, she was driving at a snail's pace. So once again, at a snail's pace means very slowly or extreme slowly. വളരെ സാവധാനത്തിൽ പോകുന്നു. നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് be a snap. Be a snap means to be very easy to do. ചെയ്യാൻ വളരെ എളുപ്പമുള്ള, വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യത്തിനെയാണ് to be a snap എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആയാസം കുറഞ്ഞ ഒരു കാര്യം, ഒട്ടും തന്നെ പ്രയാസമില്ലാത്തൊരു കാര്യം, അതിനെയാണ് എന്തെന്ന് പറയുന്നത് ബി എ സ്നാപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് ടു ബി വെരി ഈസി ടു ഡു. ഫോർ എക്സാമ്പിൾ, ഗെറ്റിംഗ് ഇൻ ടു കോളേജ് വാസ് എ സ്നാപ്പ്. ഓക്കെ, സോ വൺസ് അഗൈൻ, ബി എ സ്നാപ്പ് മീൻസ് ടു ബി വെരി ഈസി ടു ഡു, സിമ്പിൾ, എലിമെന്ററി, എഫർട്ട്ലെസ്. അപ്പോൾ ഇങ്ങനെയുള്ള മീനിങ് വരുന്ന ഒരു ഇഡിയമാണ് എന്ന് പറയുന്നത് ബി എ സ്നാപ്പ് എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് ഗോ സ്പെയർ. Go spare means become very angry or become extremely angry. അതീവ ദേഷ്യമായിരിക്കുന്ന ഒരവസ്ഥ, ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ചിരിക്കുന്ന അവസ്ഥ. അപ്പൊ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് എന്ന് പറയുന്നത് go spare. For example, he would go spare if he lost the money. Another example, my dad went spare when he found out what I had done. അപ്പോൾ ഭയങ്കരമായിട്ട് മറ്റുള്ളവർ അല്ലെങ്കിൽ നമുക്കായാലും ദേഷ്യം വരുന്ന അല്ലെങ്കിൽ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു അവസ്ഥയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇഡിയമാണ് എന്തെന്ന് പറയുന്നത് ഗോ സ്പെയർ. ഇറ്റ് മീൻസ് എക്സ്ട്രീംലി ആംഗ്രി. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു ഇഡിയമാണ് സ്പിക്ക് ആൻഡ് സ്പാൻ. സ്പിക്ക് ആൻഡ് സ്പാൻ മീൻസ് നീറ്റ് ആൻഡ് ക്ലീൻ, വളരെ വൃത്തിയും വെടിപ്പുമുള്ള ഒരു കാര്യം. അപ്പോൾ അങ്ങനെ കാണാൻ വളരെ വൃത്തിയും വെടിപ്പുമുള്ള ഒരു സാധനം എന്തായിരിക്കും? മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കും അല്ലേ. ദാറ്റ് ഈസ് എ പ്ലേസ് ഈസ് സെറ്റ് ടു ബി സ്പിക്ക് ആൻഡ് സ്പാൻ is very clean and tidy. For example, when Ammu has finished cleaning, the whole house is spick and span. Again, spick and span means neat and clean, അല്ലെങ്കിൽ tidy, വളരെ വൃത്തിയും വെടിപ്പുമുള്ള. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് through and through. Through and through means completely, പൂർണ്ണമായും, അല്ലെങ്കിൽ thoroughly, അല്ലെങ്കിൽ in every aspect, എല്ലാ വിധത്തിലും. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് എന്ന ഒരു സെൻസ് സൂചിപ്പിക്കുന്ന ഒരു ഇഡിയമാണ് ത്രൂ ആൻഡ് ത്രൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മീൻസ് കംപ്ലീറ്റ്ലി ആൻഡ് ടു ദ ഗ്രേറ്റസ്റ്റ് എക്സ്റ്റെന്റ് പോസിബിൾ. ഫോർ എക്സാമ്പിൾ, ഐ വാസ് വെറ്റ് ത്രൂ ആൻഡ് ത്രൂ. Another example, he was a success through and through. So once again, through and through means in every aspect or completely. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് tie the knot. Tie the knot means get married, വിവാഹിതനാവുക അല്ലെങ്കിൽ വിവാഹിതയാവുക, കല്യാണം കഴിയുക. For example, he tied the knot. So once again, tied the knot means get married, വിവാഹിതനാവുക അല്ലെങ്കിൽ വിവാഹിതയാവുക, വിവാഹം, കല്യാണം കഴിയുക. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് tighten your belt. Tighten your belt means spend less money, പിശുക്കത്തരം കാണിക്കുക അല്ലെങ്കിൽ കുറച്ച് കാശ് മാത്രം ചിലവാക്കുക. That means cut one's expenditure, ചിലവാക്കുന്നത് കുറയ്ക്കുന്നു. അപ്പോൾ ചിലവാക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ മാത്രമല്ലേ കാശ് കൂടുതൽ സേവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത് ടൈറ്റൻ യുവർ ബെൽറ്റ് എന്ന ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു സ്പെൻഡ് ലെസ് മണി, കുറച്ച് കാശ് ചിലവാക്കുക. ഫോർ എക്സാമ്പിൾ, ഐ ഹാവ് ഹാഡ് ടൈറ്റൻ മൈ ബെൽറ്റ് സിൻസ് ഐ സ്റ്റോപ്ഡ് വർക്കിംഗ് ഫുൾ ടൈം. സോ ടൈറ്റൻ യുവർ ബെൽറ്റ് മീൻസ് സ്പെൻഡ് ലെസ് മണി, കാശ് കുറച്ച് മാത്രം ചിലവാക്കുക. അടുത്തതായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഇഡിയമാണ് at full tilt. At full tilt means as fast as possible or at a top speed or with the maximum energy or force. അപ്പോൾ എന്താണ്? പറ്റാവുന്നത്രയും വേഗത്തിൽ പെട്ടെന്ന് കാര്യം കഴിയാൻ വേണ്ടി അത്രയും മാത്രം വേഗത എടുക്കുക അല്ലെങ്കിൽ പൂർണ്ണ ശക്തിയും ഉപയോഗിക്കുക. അപ്പോൾ അതിനെയൊക്കെയാണ് നമ്മൾ at full tilt എന്ന ഇഡിയം കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. For example, as John approached at a full tilt, he saw a queue of traffic booking on the road. Another example,
Trying to keep up with the new orders, the factory was running at full tilt. So once again, at full tilt means as fast as possible. പറ്റാവുന്നത്രയും വേഗത്തിൽ. ഇത്രയുമാണ് ഇഡിയംസിൻ്റെ 4ാം പാർട്ട് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്, ബി ഹാപ്പി. താങ്ക് യു.